കുറച്ച് കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് യോജിപ്പ് കുറവാണ്. പിന്നെ ഏറ്റവും വിഷമം തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് 2 ദിവസം മുമ്പ് മരിച്ചത്. പക്ഷെ അത് കാണാൻ വിധിയില്ലായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അടുത്തിട്ട് പറയാനായിട്ട് അങ്ങനെ നല്ല സിനിമയാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ കണ്ട് മനസ്സിലാക്കാനായിട്ടുണ്ട്. നല്ല സിനിമയാണ്. എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യ പ്രവർത്തനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിനെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. നമ്മുടെ ആശാവർക്കറിൻ്റെ കുറച്ച് ജീവിതകഥയെല്ലാം ഇതിലുണ്ട്. പടം നല്ലതാണ്. സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ്. അടുത്തിട്ട് പറയാനായിട്ട് അങ്ങനെ ഇല്ല. സമൂഹത്തിൽ എല്ലാവരും കാണാനുള്ള സിനിമയാണ്. നന്നായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് യോജിപ്പ് കുറവാണ്. കുഴപ്പമില്ല, ഒരു നല്ല മൂവിയാണ്. എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. പക്ഷേ വിഷമം തന്നെ തിയേറ്ററിൽ ആളില്ല. വലിയ പടങ്ങൾ വന്നപ്പോൾ ഈ ചെറിയ പടങ്ങൾക്ക് ആൾ വരാതിരിക്കുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. നല്ല പടമാണ്, തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു മൂവി തന്നെയാണ്. കാരണം എല്ലാവരും ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും നല്ല കിടുവായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി പറയേണ്ടത് ഷെല്ലി എന്ന് പറഞ്ഞാൽ ഇതിൽ ഹീറോയിനായിട്ട് ചെയ്ത പുള്ളിക്കാരി നല്ല ഡെപ്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ നല്ല ഫീലായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ ഇടയിൽ അത്യാവശ്യം ടച്ച് ചെയ്യുന്ന ഒരു രീതിക്ക് പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഫീൽഡിലുള്ള തന്നെ. ലാൽ ജോസ് സാറുണ്ട്. അതുപോലെ തന്നെ ഹീറോയിൻ്റെ പേരെനിക്ക് അറിയത്തില്ല, പക്ഷേ പുള്ളിക്കാരൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം ഒരു മെസ്സേജ് ഉണ്ടായിരുന്നുണ്ട് പടത്തിൻ്റെ അകത്ത്. ആ മെസ്സേജ് എനിക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. മെസ്സേജാണ് പടത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുവന്നത്. അത് തിയേറ്ററിൽ വന്ന് കാണുമ്പോഴേ ആ ഒരു ലെവൽ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും കാണണം, കാണാതിരിക്കരുത്, മിസ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നലെ തങ്കമണി ഇറങ്ങി, അത് അത്യാവശ്യം എന്താ പറയുക മിക്സഡ് റിവ്യൂസാണ് വരുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് മൂവിയാണ്, ഒരു സർക്കാർ ഉൽപ്പന്നം. അതെന്തായാലും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഇത് പോയി കഴിഞ്ഞാൽ OTT വന്നിട്ട് കണ്ടിട്ട് അയ്യോ മിസ് ചെയ്തെന്ന് പറയുന്നതിനെക്കാട്ടിയും ഇത് ഇങ്ങനെ വന്ന് കാണുന്നതാണ് ഏറ്റവും നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പോസിറ്റീവ് പറയാനുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഈ സിനിമയുടെ പേര് തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഭാരത് വെട്ടിക്കളഞ്ഞപ്പോൾ സർക്കാർ ഉൽപ്പന്നമായിട്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു സംഭവം. ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആ പേര് വെട്ടേണ്ട ആവശ്യം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഇപ്പോൾ അതാണ് പടം കൊണ്ടുപോകുന്നത്. അല്ല, ആ ഒരു സംഭവം ഏതെങ്കിലും ഗവൺമെൻറ്റിന് എതിരായിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, നല്ലതുമാണ് ചീത്തയാണെന്നും പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഒരുവിധം നല്ലതെന്ന് പറയുന്നുണ്ട്, ഒരുവിധം ചീത്തയെന്നും പറയുന്നുണ്ട്. അതിന് ഞാൻ അത് റിവീൽ ചെയ്യുന്നില്ല. കഥ കൊണ്ടുവന്ന അതാണ്. കാരണം അവരുടെ ഒരു ഇതാണല്ലോ. പിന്നെ ഏറ്റവും വിഷമം തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് 2 ദിവസം മുമ്പ് മരിച്ചത്. അത് ഏറ്റവും ദുഃഖകരമായിട്ടോട് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഡെബ്യൂ വർക്കാണ്. അത് നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അത് കാണാൻ വിധിയില്ലായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നി പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇത് നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നല്ല മൂവിയാണ്, കാണണം. ഞാൻ മെസ്സേജ് പറയാത്തത് ഞാൻ പറഞ്ഞില്ല, അത് തിയേറ്ററിൽ വന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു വില എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതേ പറയാം.